സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് നമ്മുടെ ഖാദർ കരിപ്പൊടി, അദ്ദേഹത്തെ ഞങ്ങളുടെ പബ്ലിക് കേരള മാനേജിംഗ് ഡയറക്ടർ, പബ്ലിക് കേരള MD അദ്ദേഹമാണ് വേദിയിലെത്തുന്നത്. വിത്ത് ഫാമിലിയാണ് അദ്ദേഹം കല്യാണം കഴിച്ചിട്ട് ഇവിടെ ഇതാ കുറച്ച് ദിവസങ്ങളെ ആകുന്നുള്ളൂ കല്യാണം കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന് ആദ്യത്തെ പൊതു പരിപാടി കൂടിയാണ്. സോ ഇരുവരെയും ഞാൻ ഈ ഒരു വേദിയിലേക്ക് സാദരം ഇൻവൈറ്റ് ചെയ്യുന്നു. വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, കാരണം ഇനി ഒരുപാട് പരിപാടിയുണ്ട്, ഒരുപാട് സംസാരങ്ങൾ നിങ്ങൾ കേട്ടു. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ കാസർഗോഡ് മാറുകയാണ്. നമ്മുടെ കാസർഗോഡിൽ പരിപാടികൾ വരാൻ വേണ്ടി പോവാണ്. നമ്മുടെ കാസർഗോഡ് പഴയ കാസർഗോഡല്ല മക്കളെ, ഈ കാസർഗോഡ് ഇനി നിന്ന് കത്താൻ പോവാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പണ്ടൊരു പരിപാടി നടത്തുമ്പോൾ ആ പരിപാടി എങ്ങനെ നടത്തും എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് കരീം ചാക്കറിയാം, എങ്ങനെ നടത്തും എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ എങ്ങനെ അത് പൊളിക്കും എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അവരോടൊക്കെ ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് കാസർഗോഡ് പരിപാടി നടത്തും. ഇതുപോലെയുള്ള ഇവന്റ് ഇനിയും വരും. അത് ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, അങ്ങനെ 10,000-കണക്കിന് ഇവന്റ് കാസർഗോഡിന്റെ മണ്ണിൽ വരും. അതാർക്കും, ഒരു സാമൂഹിക ദ്രോഹികൾക്കും തടയാനാവില്ല, അങ്ങനെ തടയാൻ പറ്റൂല. ഇതൊരു വലിയൊരു മുന്നറിയിപ്പാണ്. ഇത് അതിന്റെ ഒരു സൂചനയാണ്. അതിന്റെയൊക്കെ മുൻനിരയിൽ റിയൽ ഇന്ത്യ വിഷന്റെ കരുത്തുറ്റ ടീം, സലാലെ അടങ്ങുന്ന, BK മുഹമ്മദ് ഷാ അടങ്ങുന്ന, നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള ജലീൽ സാഹിബ് അടങ്ങുന്ന ഒരു വമ്പൻ നിരയുണ്ടാകുമ്പോൾ ഏതൊരവസ്ഥയിലും കാസർഗോഡിലെ പരിപാടികൾ നടക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവാർഡ് നൈറ്റ് സ്വാഭാവികമായിട്ട് സംഘടിപ്പിക്കുന്നത്. അപ്പൊ ഒരുപാട് ബിസിനസ്സുകാരൊക്കെ പരിചയപ്പെടുത്തുന്നു. നോക്കുക, ഇവിടെ വന്ന ഓരോ ബിസിനസ്സുമാനുമാണ്, ഓരോ വ്യാപാരികളുമാണ് ഈ ഇങ്ങനെയുള്ള പരിപാടികൾ ഇവിടെ നടത്താൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നുള്ളത്. ഇത് നോൺ പ്രോഫിറ്റബിൾ പ്രോഗ്രാമാണ്. പച്ചക്ക് പറയാണ്, ഇത് ലാഭമില്ല. ഇതിന്റെ പബ്ലിസിറ്റി ചെയർമാനാണ് ഞാൻ. ഇത് നോൺ പ്രോഫിറ്റബിൾ പ്രോഗ്രാമാണ്. ഇത് നമ്മുടെ നാടിന് വേണ്ടി നടത്തുന്ന പ്രോഗ്രാമാണ്. അങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാമിന്റെയും മുൻനിരയിൽ വരുന്ന നമ്മുടെ കാസർഗോഡിന്റെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള കരീം ഷാ ഒരു ഉമ്മ ഞാൻ തരാണ്. കരീം ഷാ, കാരണം ഞങ്ങൾ നേരത്തെ ഒണ്ണം നൈറ്റിന്റെ പരിപാടി അവസാനം വേദിയിൽ കയറിയിട്ട് കരീം ഷായുടെ ഒരു പ്രകടനം ഉണ്ടായിരുന്നു. വലിയ ആൾക്കൂട്ടം ഇങ്ങനെ ഇളകി നിൽക്കുന്ന സമയത്ത് കരീം ഷായുടെ ഒരു വാക്ക് കേട്ടപ്പോ ആ ആൾക്കൂട്ടം നിന്ന് പോയിട്ടുണ്ടെങ്കിൽ കരീം ഷാ, അത് നിങ്ങൾക്കുള്ള കാസർഗോഡ് ജനങ്ങളുടെ ഒരു പുരസ്കാരമാണ്, ഒരു അഭിനന്ദനമാണ്. ആ കരീം ഷായെ എത്ര അഭിനന്ദിച്ചു കഴിഞ്ഞാലും മതി വരില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിർത്തുന്നു. ഇതാണ് എൻ്റെ ഭാര്യ. ഇയാള് എറണാകുളം സ്വദേശിനിയാണ്, പെരുമ്പാവൂരാണ്, പ്രണയ വിവാഹമാണ്. അവസാനം കാസർഗോട്ടേക്ക് വന്നിരിക്കുകയാണ്. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച എല്ലാവർക്കും, ഇവിടെ എത്തിച്ച് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച എൻടയർ ടീമിന് ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് മീര ഇപ്പോ താഴേക്ക് ഇറങ്ങിയോ? എന്നെ പറ്റി അല്ല, കുറച്ചു എയറിലൊക്കെ പോയിരുന്നു. അയ്യോ, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആവുമല്ലോ. പക്ഷെ ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം ഞാൻ ആദ്യമായിട്ടാണ് കാസർഗോഡ് ഏറ്റവും വലിയൊരു പ്രോഗ്രാമുമായിട്ട് വരുന്നത്. ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം ഇത്രയും മനോഹരമായിട്ട്, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത്രയും അറേഞ്ച് ചെയ്യും. കാരണം സാധാരണ കൊച്ചിയിലും മറൈൻ ഡ്രൈവിലും മാത്രം കാണുന്ന പോലെ വളരെ എലീഗന്റ് ആയിട്ടൊരു പ്രോഗ്രാം ഇവിടെ ഇതാ റിയൽ ഇന്ത്യ വിഷനും സിറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ചേർന്ന് ഒരുക്കിയപ്പോ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അതുകൊണ്ട് ഇനി ഇവിടെ ഇതാ പിന്നെ ഇനി കൊച്ചിയും മറൈൻ ഡ്രൈവും ഒക്കെ നിങ്ങൾ കാസർഗോട്ടേക്ക് മാറ്റേണ്ടി വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മളൊരു പേര് കൂടി മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. ശ്രീ ഹനീഫ് കട്ടക്കാൽ, ദുബായിലെ റിയൽ ഇന്ത്യ വിഷന്റെ പ്രോഗ്രാം ഒക്കെ മുൻനിരയിൽ നിന്നുകൊണ്ട് അത് കോർഡിനേറ്റ് ചെയ്ത ശ്രീ ഹനീഫ്, ലവ് യു സോ മച്ച്. അപ്പൊ താങ്ക് യു എന്നെ ക്ഷണിച്ചതിൽ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇടയ്ക്കിടയ്ക്ക് എയറിലൊക്കെ പോകുമ്പോഴാണ് നിങ്ങൾ പോലെയുള്ള ആളുകളെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. മീര വൺ ഓഫ് ദ ബെസ്റ്റ് ആങ്കർ ആണ് അവാർഡ് നൈറ്റ് പരിപാടികളിലൊക്കെ. ഒരു കൈയ്യടി കൊടുത്തേക്ക്, കാസർഗോട്ടേക്ക് വന്നല്ലേ. പഴയ റിമി ടോമിയുടെ അവസ്ഥയൊന്നും ഇനി ഒരു ആങ്കറിനും ഇവിടെ ഉണ്ടാകില്ല എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം, അല്ലേ? ഉണ്ടാവില്ല, നമ്മൾ കൂടെയുണ്ട്. താങ്ക് യു. തീർച്ചയായിട്ടും. അപ്പോൾ വിഷിംഗ് ഓൾ സക്സസ് ആൻഡ് ഓൾ ലൈഫ് ടു യു ബോത്ത്. അപ്പൊ എന്തായാലും ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട് എന്ന് ഇതാ വാക്ക് നൽകുന്നു. താങ്ക് യു സോ മച്ച്.